ഹലോ, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി കൂന്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ നമുക്കിന്ന് കുറച്ച് നല്ല കൂന്തലും ചെമ്മീനുമാണ് എനിക്ക് കിട്ടീന്. അപ്പോൾ കൂന്തൽ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്ക്വയറിലായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ പീസസ് ആയിട്ട് അങ്ങനെ മുറിച്ചെടുക്കുക. അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതെല്ലാം മുറിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഈ കൂന്തലെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, ഇത്രയും മതി. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിനി കുറച്ച് ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് പുളി വേണം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണ്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി, അധികമൊന്നും വേണ്ട. ഇത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതല്ലേ. അപ്പോൾ ഞാനിത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് നല്ലോണം അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്, കണ്ട നല്ല ചൂടാവി പറക്കുന്നു. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ചിരകിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ കടു വറുത്തിടുകയാണ് വേണ്ടത്. ചില ആവശ്യമെങ്കിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ കടു വറുത്തിടാം, അല്ലെങ്കിൽ ഇതേപോലെ എല്ലാം ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് കടു വറുത്തിട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കടു വറുത്തിടാം. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. അപ്പോൾ ഞാനിതാ ഇതിനകത്തേക്ക് നല്ല ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട്, കടു താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം, നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഞാൻ കടുവിട്ടത്. അപ്പോൾ കടു നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തതാണ്, എന്നാലും ഒരു രുചിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഈ കൂന്തൽ ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാ. ചില സമയത്ത് നമുക്ക് ഒരു കറിയും ആവശ്യമില്ല, ഇത് മാത്രം കൂട്ടിയിട്ട് നന്നായിട്ട് ചോറ് തിന്നാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഹായ്, നല്ല അടിപൊളി കളർഫുൾ കൂന്തൽ ഫ്രൈ ഇതാ, സൂപ്പർ. താങ്ക് യു.